എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് 2025 ഇറങ്ങിയ ഒരു മലയാളം കോമഡി സിനിമയാണ്. പേര് പടക്കളം. പടക്കളത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മനു സുരാജാണ്. എഴുതിയിരിക്കുന്നത് മനു സുരാജും ദെൻസി ബാബുവാണ്. വിജയ് ബാബുവും വിജയ് സുബ്രഹ്മണ്യമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം സുരാജിൻ്റെയും ഷറഫുദ്ദീൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ രണ്ട് പ്രൊഫസേഴ്സ്, അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിനെ പറ്റിയുള്ള സിനിമയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി എൻ്റെ വിചാരം പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു. ഇതങ്ങനെയുള്ളൊരു സിനിമയല്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കഥയല്ല ഈ സിനിമയുടെ. അത് സിനിമയുടെ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവരിത് റിവീലും ചെയ്യുന്നുണ്ട്. ശരിക്കും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ബ്രില്യൻ്റ് എന്നുള്ളതിനേക്കാളുപരി വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ വളരെ റെയറായിട്ടാണ് മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാകാറില്ല. അത് ശരിക്കും അങ്ങനത്തെ ഒരു കഥ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് അതിന് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുവന്ന എല്ലാവർക്കും, അത് പ്രൊഡ്യൂസേഴ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും, അവർക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ശരിക്കും സമ്മതിക്കേണ്ടത് ഈ ഒരു കൺസെപ്റ്റ് ആരുടെ മനസ്സിലാണ് ഉണ്ടായത് അവർക്ക് ശരിക്കും ആ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം. സിനിമയുടെ കഥയെപ്പറ്റി ഞാൻ അധികം പറയത്തില്ല, കാരണം ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ കഥയുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ താല്പര്യമില്ല. അത് സ്പോയിലർ പാർട്ടിൽ വ്യക്തമാക്കുന്നതായിരിക്കും. നോൺ സ്പോയിലറായിട്ട് പറയുകയാണെങ്കിൽ സിനിമ കൊള്ളാം, വ്യത്യസ്തമായ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. എനിക്ക് ആ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് മാർവലിനെക്കാട്ടിലും DC ആണ് ഇഷ്ടം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കിയ ആൾ ഒരു പ്യുവർ DC ഫാനാണെന്നുള്ളത് ക്ലിയറാണ്. ഭയങ്കര DCയിലെ സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയും ജോക്കറിൻ്റെയും ഒക്കെ റെഫറൻസസ് വാരി വിതറി ഇട്ടേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യമുള്ളൊരു സാധനം കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടമൊക്കെ തോന്നും. പക്ഷേ അതിനേക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ, ഈ കൺസെപ്റ്റ് അടിപൊളിയാണ്. ഇതിൻ്റെ എക്സിക്യൂഷൻ വരുമ്പോൾ പലയിടത്തും പാളിച്ചകൾ വന്നതുപോലെ എനിക്ക് തോന്നി. അപ്പം സിനിമ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നും, ചിലർക്കത് നല്ലതായിട്ട് തോന്നാൻ സാധ്യതയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇത്തിരി കൺഫ്യൂസ്ഡാണ് ഈ സിനിമയെ പറ്റി. സിനിമ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളാം. പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നല്ലപോലെ പോരായ്മകളുണ്ട് താനും. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കുക എന്നാണ്. നിങ്ങളത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അപ്പോഴേ പറയാൻ പറ്റൂ. അല്ലാതെ ഒരു റിവ്യൂവറിൻ്റെ റിവ്യൂ കേട്ടിട്ടൊക്കെ അങ്ങനെ പോയി പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സിനിമയിലെ സുരാജും ഷറഫുദ്ദീനും സന്ദീപ് പ്രദീപും, അത് സത്യത്തിൽ സന്ദീപ് പ്രദീപ് ഇതിനകത്ത് ഇത്ര പ്രോമിനൻറ്റ് ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്തെ പ്രധാന ക്യാരക്ടർ സന്ദീപ് പ്രദീപാണ്. സുരാജും ഷറഫുദ്ദീനും കുറച്ചുകൂടെ സൈഡ് ക്യാരക്ടേഴ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ 3 പേരുടെയും കഥാപാത്രങ്ങൾ അവർ പെർഫോം ചെയ്യുന്നത് ഉഗ്രനായിട്ടുണ്ട്. ഈ 3 പേരുടെയും ഒരു ക്യാരക്ടറും അവർക്ക് ഒത്തിരി വർക്ക് ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഈ സിനിമയിൽ. അത് ഞാൻ സ്പോയിലറിലോട്ട് പോയെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ ഇവർ 3 പേരും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, അത് സമ്മതിക്കണം. ഇത് കൂടാതെ ഇവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, ഈ സന്ദീപ് പ്രദീപിൻ്റെ സുഹൃത്തുക്കളായിട്ട് വരുന്ന 3 പേരുണ്ട്. അവർ 3 പേരും നല്ല അഭിനയമായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പം ഞാൻ ആലപ്പുഴ ജിംഖാന കണ്ടപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സന്ദീപ് പ്രദീപിൻ്റെ പെർഫോമൻസ് അതിനകത്തും നല്ലതായിരുന്നു. അതിനകത്ത് എല്ലാവരുടെയും യങ്ങായിട്ടുള്ള എല്ലാവരും നല്ല അഭിനയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തും യങ്ങായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവരും നല്ല അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ശരിക്കും നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ആസ് എ മലയാളം സിനിമയിൽ ഇങ്ങനെ പുതിയ ആക്ടേഴ്സ് വരുന്നവരൊക്കെ കഴിവുള്ളവരാണ്, ജസ്റ്റ് വേറെ കണക്ഷൻസ് കൊണ്ട് വന്നവരല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. ആ ഒരു ഡൈവേഴ്സിറ്റിയും ആ ഒരു എക്സ്പാൻസീവ് ഒരു സ്ട്രക്ചറും ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് വന്നാൽ വളരെ നല്ലതായിരിക്കും. ഒരു പുതിയ ആൾക്കാർക്ക് വരുന്നവർക്ക് അത്രയും വർക്ക് ചെയ്യാനുള്ളൊരു എൻവയൺമെൻറ്റ് കൂടുതൽ കിട്ടും. എന്ത് തന്നെയായാലും ഓവറോൾ സിനിമ ഞാൻ കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ പറയത്തില്ല, നിങ്ങൾ കണ്ടു നോക്കാൻ ഞാൻ പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, പക്ഷേ പോരായ്മകളുണ്ട്. ഒരു കോഷ്യസ്ലി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞാൻ സ്പോയിലേഴ്സിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൻ്റെ കഥയൊന്ന് ബ്രീഫ് ചെയ്യണം. ഇതൊരു ജസ്റ്റ് ഒരു കോമഡി സിനിമയല്ല, ഇതൊരു ഫാൻറ്റസി കോമഡി സിനിമയാണ്. ഫാൻറ്റസി ഇൻ ദ സെൻസ്, ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ കഥാപാത്രം രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഫസർ,
ആ പ്രൊഫസർ രഞ്ജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം സത്യത്തിലൊരു ഈവിൾ ക്യാരക്ടറാണ്. എന്നുവെച്ചാൽ ഈവിൾ എന്ന് പറഞ്ഞ ഒരു തിന്മ നിറഞ്ഞൊരു ഈവിൾ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹത്തിനൊരു മാന്ത്രിക ബോർഡുണ്ട്, ഒരു ഗെയിം ബോർഡുണ്ട്. നമ്മുടെ ചൂതുകളിക്കൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലൂഡോയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബോർഡാണ്. പഴയ ഒരു 1000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബോർഡാണെന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ അത് കളിക്കുമ്പോൾ ബേസിക്കലി പകിട കളിച്ച് ബെറ്റ് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്താണ് ബെറ്റ് വെക്കുന്നത് എന്നനുസരിച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ശരീരം ബെറ്റ് വെക്കുകയാണെങ്കിൽ ആ ആൾക്കാരുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള റൂൾസൊക്കെ ഉള്ള ഒരു ഗെയിം, ഒരു ഫാൻറ്റസി ഗെയിമാണ് ഇത്. കുറച്ച് നമ്മുടെ ജുമാൻജി അല്ലെങ്കിൽ സത്തൂറ സ്റ്റൈലിലുള്ള ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ തുടങ്ങി അതൊരു ഈവിൾ ക്യാരക്ടറാണ് ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ. അങ്ങനെ വന്നിട്ട് അവസാനം നമുക്ക് ആ ഒരു റിവീൽ തന്നെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ആ ഒരു റിവീലോടുകൂടി സുരാജിൻ്റെ ക്യാരക്ടർ ഫുള്ളി ഔട്ടാവുകയാണ് സിനിമയിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇതിനകത്ത് സുരാജും ഷറഫുദ്ദീനും ഉണ്ടെന്നും പറഞ്ഞാണല്ലോ ഇത് മാർക്കറ്റ് ചെയ്തത്. സുരാജ് തുടക്കത്തിലൊരു ഫസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ പോയി, പിന്നെ ഷറഫുദ്ദീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇനി ഇവർ ഈ ഷറഫുദ്ദീനെ വെച്ച് മാത്രം കാണിക്കുകയാണോ, സുരാജ് ഒരു മാർക്കറ്റിംഗ് ഗെയിമിക്ക് മാത്രമായിരുന്നു എന്ന് ചിന്തിച്ചു. പക്ഷെ അത് ഇൻ്റർവെൽ ടൈം ആകുമ്പോഴത്തേക്കും അവർ വ്യക്തമായിട്ട് അത് നികത്തുന്നുണ്ട്. സുരാജ് വന്ന് പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം സുരാജിൻ്റെ സിനിമയാണ്. ആ സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ 3 പേരുടെ ബോഡി സ്വാപ്പ് ചെയ്യുന്ന ആ ഒരു സീൻ, അത് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ട്വിസ്റ്റ് തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു സാധാരണ കോളേജിലെ അധ്യാപകർ തമ്മിലുള്ളൊരു ചളിയൊക്കെയുള്ള കോമഡി ഉള്ളൊരു സിനിമയായിരിക്കും, അവരുടെ ഈഗോ ക്ലാഷിനെ പറ്റിയുള്ള സിനിമയായിരിക്കും എന്ന് വിചാരിച്ച് പോയി. എനിക്ക് ഫസ്റ്റ് ട്വിസ്റ്റ് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. സെക്കൻഡ് ട്വിസ്റ്റും വളരെ സർപ്രൈസ് ആയിരുന്നു. ഇവരുടെ 3 പേരുടെയും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഷറഫുദ്ദീൻ പർട്ടിക്കുലർലി, പിന്നെ ഷറഫുദ്ദീനും മറ്റേ ആ പയ്യനും ശരിക്കും അവർ അഭിനയിച്ചപ്പം മറ്റേ ബേസിക്കലി സുരാജിൻ്റെ കഥാപാത്രമായിട്ട് ഷറഫുദ്ദീനും, ഷറഫുദ്ദീൻ്റെ കഥാപാത്രമായിട്ട് സന്ദീപ് പ്രദീപിൻ്റെ കഥാപാത്രമായിട്ട് സുരാജുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് മറ്റേ ആളാണ് ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പെർട്ടിക്കുലർലി ഷറഫുദ്ദീനും സന്ദീപ് പ്രദീപും. ഒബ്വിയസ്ലി സുരാജും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐറോണിക്കലി സുരാജാണ് ഇതിനകത്ത് കുറച്ച് വീക്കായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത് മോശമാണെന്നല്ല, ബാക്കി രണ്ടുപേരും അത്രയും നല്ലോണം ചെയ്തെന്ന് തോന്നി. ഷറഫുദ്ദീൻ ശരിക്കും നല്ലോണം ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ സന്ദീപ് പ്രദീപാണ് ശരിക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് 2 വ്യക്തികളാണ്. ആദ്യമേ കാണുന്ന ക്യാരക്ടറും പിന്നെ വരുന്ന ക്യാരക്ടറും 2 വ്യക്തികളാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് ശരിക്കും സന്ദീപ് പ്രദീപിൻ്റെ ആക്ടിങ് നല്ലോണം അതിനകത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു കൺസെപ്റ്റും ഐഡിയ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നല്ലതാണ്. DC റെഫറൻസസ്, സൂപ്പർ ഹീറോയുടെ റെഫറൻസസ് എല്ലാം നല്ലതാണ്. കുറച്ച് ചിരിക്കാനുള്ള കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ, ഈ 4 പിള്ളേരായിട്ട് വരുന്നവർ നേർഡ്സാണ്. അപ്പം ഒന്നും അങ്ങനെ കഴിവില്ലാത്തവർ എന്ന രീതിയിലാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നേർഡ്സ് എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് അവർക്ക് നട്ടലില്ല എന്നൊരു രീതി. അത് ശരിയല്ല, അങ്ങനെയല്ല നടക്കുന്നത്. ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒത്തിരി നേർഡ്സിൻ്റെ കൂടെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു നേർഡാണെന്ന് പലപ്പോഴും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയിട്ടില്ല. രണ്ടാമത്തേത്, ഇതിനകത്തെ കൺസെപ്റ്റ് ഈ സിനിമ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് റിവീൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഡ്രാഗ് ചെയ്ത് ഇറ്റ്സ് വെരി അനോയിങ്. ഈ 2 മണിക്കൂറിന് മുകളിലുള്ള സിനിമയാണ്. ഇത് ശരിക്കും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ പല മൊമെൻറ്റിലും ഇവരെടുക്കുന്ന ഡിസിഷൻസ്, ഈ ഷറഫുദ്ദീൻ ഫോർ എക്സാമ്പിൾ തൻ്റെ ശരീരം വേണ്ട എന്നും പറഞ്ഞ് സുരാജിൻ്റെ ക്യാരക്ടർ ഷറഫുദ്ദീൻ്റെ ശരീരത്തിൽ കയറി കഴിയുമ്പം തൻ്റെ പഴയ ശരീരം വേണ്ട എന്നും പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഡസൻറ്റ് മേക്ക് എനി സെൻസ്. കാരണം അയാൾക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി എന്ത് ചെയ്യുന്നൊന്നും അയാൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ബോഡി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത് ഈ സന്ദീപ് പ്രദീപിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ കാണത്തില്ല അദ്ദേഹത്തെ, അവിടെ എന്താ സംഭവിക്കുന്നത്, അതൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത് ഷറഫുദ്ദീൻ്റെ അറ്റ്ലീസ്റ്റ് ബോഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അത് നമുക്ക് വിട്ടുകൊടുക്കാം. സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് ആക്ച്വലി എഫക്റ്റ് ആകേണ്ടതാണ്. അതൊക്കെ വളരെ ലൈറ്റായിട്ടാണ് കാണിക്കുന്നത്. എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഷറഫുദ്ദീൻ്റെ ബോഡി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സുരാജിൻ്റെ അടുത്ത് ചെന്ന്
എന്നുവെച്ചാൽ സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ്റെ ബോഡി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സന്ദീപ് പ്രദീപിൻ്റെ ക്യാരക്ടർ ചെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന സീനിലൊന്നും സുരാജിൻ്റെ ക്യാരക്ടർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം ഈ ഒരു ഇതിപ്പോൾ ഞാൻ പല പല ക്യാരക്ടേഴ്സ് ഒത്തിരി പേരുള്ളതുകൊണ്ട് പറയുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ ബേസിക്കലി ക്യാരക്ടേഴ്സ് തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട്. ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷൻസ് ശുദ്ധ മണ്ടന്മാരായിട്ടുള്ള ഡിസിഷൻസാണ്. ഈ 3-4 പിള്ളേർ ഇറസ്പോൺസിബിൾ ആയിരിക്കും, പക്ഷേ പൊട്ടന്മാരല്ല എന്നത് ഞാനത് കാണിക്കുന്നില്ല. ദേ ആർ ആക്ച്വലി സ്റ്റുപ്പിഡ് എന്ന രീതിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊഴിച്ചാൽ സിനിമ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അഗെയിൻ ഐ എം ഓൺ ദ ഫെൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഒരു ഫെൻസിലിരിക്കുകയാണ്. ഓവറോൾ വാച്ച് ഇറ്റ് ആൻഡ് സീ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വേർഡിക്റ്റായിട്ട് പറയുവാണെങ്കിൽ. ബട്ട് യാ, നിങ്ങളിത് കണ്ടു നോക്കുക. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പറയുക. എന്തായാലും ഈ റിവ്യൂ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.